എന്താടാ? വീട്ടിൽ നിന്ന് ഗോപിയുടെ അച്ഛൻ മരിച്ചു. എപ്പോ? മരിച്ചിട്ട് കുറച്ചു ദിവസമായി. നമുക്കൊന്ന് പോകണ്ടേ? എവിടേക്ക്? നമ്മളിപ്പോ ദുബായിലല്ലേ. ഓ, അപ്പൊ ഗോപിക പാവം വീടൊഴിഞ്ഞു പോവാത്രേ. എന്നാ ഞങ്ങള് നാട്ടിലെ വീട്ടിലാരും ഇല്ലാത്ത സ്ഥിതിക്ക് മോളെ ദിവാകരന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും താമസിപ്പിക്കുക അല്ലേ? അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കല്യാണം തുടങ്ങി ഇവളുടെ ബാധ്യത മൊത്തം എൻ്റെ തലയിലാകുമോന്ന് വൈഫിനൊരു പേടി. 1-2 വട്ടം സൂചിപ്പിക്കുകയും ചെയ്ത്. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാനൊന്ന് തീരുമാനിച്ചു. തൽക്കാലം ഗോപി ഒരു ഹോസ്റ്റലിലാക്കുക. അവിടെ അടുത്തൊരു തുണിക്കടയിൽ ജോലിയും ശരിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ആരെ ആശ്രയിക്കാതെ ഇവൾക്ക് ജീവിക്കാൻ കഴിയുമല്ലോ. വൈകി അവിടെ എത്താൻ രാത്രിയാവും. എന്റെ മോളെ നിന്നെ ഹോസ്റ്റലിൽ നിർത്താനും തുണിക്കട പണിയെടുക്കാനും ഒന്നും ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്റെ ഉണ്ണിക്ക് വേണ്ടി ആലോചിച്ചുറപ്പിച്ച പെണ്ണാ ഇവള്. അവൻ ദുബായിൽ നിന്ന് വന്നാൽ ഉടനെ ഇവരുടെ കല്യാണം നടക്കും. 10 ദിവസം മുമ്പ് ഇവൾ ഈ വീട്ടിലേക്ക് കയറിയെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഗോപികയെ ഞാൻ എന്റെ അമ്പിളിയെ പോലെ നോക്കിക്കൊള്ളാം. അവളെ എനിക്ക് തന്നൂടെ? ഈ നല്ല മനസ്സിനെ നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. വാ മോളെ. വലതുകാല് വെച്ച് കയറിക്കോ മോളെ. ഫസ്റ്റ് പോസ്റ്റിംഗ് അല്ലേ? അതെ സർ. ഷൈൻ ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഈ ഭൂലോകം ഒറ്റയടിക്ക് നന്നാക്കി കളയാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ടതെനിക്ക്. മനസ്സിലായോ? എടോ, ഈ വാളയാർ ചെക്ക് പോസ്റ്റ് പോലീസിന് വലിയ റോളൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാൻ വിളിച്ച് അറിയിച്ചോളാം തന്നെ. അതങ്ങ് ചെയ്തോണ്ടാ മതി. ഡീസന്റ് സ്ഥലമാടോ വാളയാർ. സാറ് പറയും പോലെ വാളയാർ അത്ര ഡീസന്റ് സ്ഥലമായിരുന്നെങ്കിൽ ആ ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുക്ക് ഉണ്ടാകുമായിരുന്നില്ലല്ലോ സർ. വല്ലവരും പറയുന്ന കേട്ടതല്ലാണ്ട് തനിക്ക് എന്തറിയാടോ വാളയാറിനെ പറ്റി? പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ തമിഴ്നാട് ബോർഡർ, കേരളത്തിലെ പ്രധാന ചെക്ക് പോസ്റ്റ്, സങ്കര ഭാഷ, വിസ്തീർണം 62.84 സ്ക്വയർ കിലോമീറ്റേഴ്സ്, ജനസംഖ്യ 16,000, പോലീസ് സ്റ്റേഷൻ സ്ട്രെങ്ത് 47 കോൺസ്റ്റബിൾസ്, 10 ഹെഡ് കോൺസ്റ്റബിൾസ്, 2 ASI, 1 SI. ഈ വർഷം ചാർജ് ചെയ്യപ്പെട്ടത് 14 ക്രിമിനൽ കേസുകൾ, 250 പെറ്റി കേസുകൾ. ഇതല്ലേ സർ വാളയാർ? ചെക്ക് പോസ്റ്റിൽ പോലീസിന് വലിയ പണിയൊന്നുമില്ല, വേണ്ട. പക്ഷേ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ അതിർത്തിയിലൂടെ വരുന്ന വണ്ടികളിൽ വല്ല കള്ളക്കടത്തും കണ്ടെത്തിയാൽ ഒരു SIയുടെ അധികാര പരിധി വെച്ച് എനിക്ക് കേസ് എടുക്കാമല്ലോ സർ. യെസ്. താങ്ക് യു സർ. കയ്യിൽ ഒതുങ്ങോണോ? ചേട്ടൻ പോയി കൊടുത്തു. പോലീസ് വഴിമാറിപ്പോയത് സാർ. ഈ സാർ കൈമടക്ക് ചോദിക്കുമെന്ന് പേടിച്ച. എന്താണ് വണ്ടിയില്? കോഴിയാ സാർ, നല്ല വയറ്റിലൊന്നും കോഴി. ആ കോഴിയൊക്കെ വലിച്ച് പുറത്തേക്ക് ചെക്ക് ചെയ്യണോ സാർ? അവരോട് അതിന്റെ പോയി കയറി സാർ. സാർ അതിനകത്ത് ഒന്നുമില്ല സാർ, ഞാൻ പറഞ്ഞത് വിശ്വസിക്കും സാർ. അതിനകത്ത് ഒന്നുമില്ല സാർ. പിന്നെ എന്തിനാണ് നീ ചെക്ക് പോസ്റ്റിലെ കാശ് കൊടുത്തത്? സാർ ഞാൻ RC ബുക്ക് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാ സാർ. അതിന് 1000 നോട്ട് കൊടുക്കണം സാർ. എന്താണോ? എല്ലാം ചെക്ക് ചെയ്തു.
ഇതിൽ കോഴി അല്ലാതെ വേറെ ഒന്നുമില്ല സാർ. നിന്നെയൊക്കെ തെളിവ് സത്യം എന്തെങ്കിലും എന്റെ കിട്ടും. പോ, പോ. നിർത്തോ. എന്താ സാർ? പോവാൻ വരട്ടെ. പിടിക്കണവനെ. സാർ എനിക്കൊന്നും അറിയില്ല സാർ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ, എനിക്കറിയില്ല സാർ. ആരുടെയാടാ ലോഡ്? പറയടാ. പറയില്ല സാറേ. ഇവറ്റകളെ തല്ലിക്കൊന്നാല് സത്യം പറയില്ല സാറേ, അതാ വർഗം. താനാരാ? ചാണ്ടിച്ചനാ പേര്. നാട്ടുകാരെന്നെ ഭായിന്ന് വിളിക്കും. ഓ, നിങ്ങളാണല്ലേ ബായ്. ആ, ഇവന്മാര് സത്യം പറയില്ലെന്ന് തനിക്കെങ്ങനെ അറിയാം? ഈ പണിക്ക് വിശ്വസ്തന്മാരെ അല്ലേ സാറേ ഏൽപ്പിക്കുക. പാവങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് അറിയാൻ മേലാണ്ട് ചെയ്തു പോയതാ. വിട്ടേക്ക്. തന്റെ ലോറിയുടെ ഡ്രൈവറും കിളിയാണോ അവര്? ഏയ്. തന്റെ ലോഡാണോ അവര് കടത്തിയത്? ഏയ്. പിന്നെ തന്റെ അളിയന്മാരാണോ അവര്? എന്നോട് ആരും ഇത്ര റഫായിട്ട് ഡീൽ ചെയ്യാറില്ല. നമുക്ക് 1 2 3 ഇടപാടാ. വളച്ചുകെട്ടില്ലാതെ ചോദിക്കുക, മോൻ എത്രയാ വേണ്ടേ എന്ന് വെച്ചാ? മോൻ ഇരിക്കേ, ഭായി പറയട്ടെ. തന്നോടാരാ ഇരിക്കാൻ പറഞ്ഞത്? സർക്കാർ പോലീസ് സ്റ്റേഷനിൽ കസേര വാങ്ങിച്ചിട്ടിരിക്കുന്നത് അതിഥികൾക്ക് ഇരിക്കാനല്ലേ സാറേ. ഇരുന്നാട്ടെ. എഴുന്നേക്കടോ. എന്താണ് വിശേഷം? അനിയന്റെ കഥ. അവന് വാളയാർ സ്റ്റേഷനിൽ പോസ്റ്റിംഗ് ആയെന്ന്. വാളയാറ്? അപ്പൊ അവിടുത്തെ പുതിയ എസ് ഐ നിന്റെ അനിയൻ തന്നെ. അവന്റെ കൈയും കാലം തല്ലി പിടിക്കാനാ നീ ആളെ വിട്ടത്. പൊറിച്ചു ഉണ്ണി. ഇറങ്ങല്ലേ. എന്താ? നമ്മളിപ്പോ ദുബായിലല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ജാതകത്തിൽ ഇപ്പൊ തല്ലുകൊള്ളാനാണ് യോഗമെങ്കിൽ കൊണ്ടേ പറ്റൂ. എടാ, അവൻ എന്റെ അനിയൻ തന്നെയാ. ഇനി അവന്റെ കാര്യം അവൻ നോക്കിക്കോളും. മുങ്ങിക്കോ. ബായ്. എന്തായിടാ ശിവ, ആ എസ് ഐ തല്ലി ആശുപത്രിയിലാക്കിയോടാ. ബായ്, തല്ലാൻ പോയവര് തല്ലുകൊണ്ടിട്ട് വന്നു അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബായ്, ബായ്യത്തല്ലേ എസ് ഐ ഇല്ലേ ബായ്? അവൻ എന്റെ ബായിയാണ് ബായ്. അതെ ബായ്. ശിവ, എന്റെ ബായി എന്ന് പറഞ്ഞ ബായിയുടെയും ബായല്ലേ ബായ്? ബായ് എന്നോട് ക്ഷമിക്കണ പോലെ അവനോട് ക്ഷമിക്കില്ലേ ബായ്? ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റുള്ളൂ ബായ്. ഇപ്പൊ ബായേക്കാളും ടെൻഷൻ എനിക്കാണെന്നേ. ഞാൻ ബായുടെ വലങ്കയാന്നും ഞാനാണ് ഈ പരമശിവനെങ്ങാനും അവനെ അറിഞ്ഞടാ. നിന്റെ അനിയൻ താമസിക്കുന്ന വീടും സ്ഥലം ഒക്കെ ഞാൻ അറിഞ്ഞു. അയ്യോ, അവൻ ഒറ്റക്കല്ല പോന്നേക്കണത്. നിന്റെ അമ്മ, പെങ്ങള്, കൊറേ കന്നുകാലികള്. പിന്നെ നീ കേട്ടാമണ ആ പെണ്ണില്ലേ, അവള് വന്നിട്ടുണ്ട്. ഗോപിക്ക് സൂക്ഷിച്ച്. എന്റെ മോനെ തല്ലിയമ്മമാരുടെ തലയിൽ ഇടിത്തീ വീഴണേ ഭഗവതി. നിന്നെ മതി അമ്മേ. മിണ്ടാണ്ടിരിക്കടാ. അവന്മാരൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല. നശിച്ച് നാറാണക്കല്ലേ. ഇനി ഇവിടെ നിന്ന് ഇതിലും വലുത് കേൾക്കേണ്ടി വരുമ്പോ. മോളെ ഗോപികേ, മോളെ ഇത്തിരി ചൂടുവെള്ളം കൂടി എടുത്തോ. ദാ വരുന്നമ്മേ. മതിയടി. മോള് പോയി കിടന്നോ. ഒച്ചണ്ടാക്കല്ലേ.
നോക്കണ്ട. ഇവിടെ നടക്കുന്നത് വല്ലത് അറിയണ്ടോ? വേണ്ട. ഇവിടെ ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ട്. അതന്വേഷിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത സാധനം. അയ്യോടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ കേട്ടോ പക്ഷേ. നാരായണ, ഒരു ചായ. ഒരു ചായ അവിടെ കൊടുത്തേ. അലോൺ അപ്പൊ പുറത്തിറങ്ങി? ഇറങ്ങിയിട്ട് 2-3 ദിവസമായി. ജോസഫ്, നമ്മൾ തമ്മിൽ ചില കണക്കുകൾ ബാക്കിയില്ലേ? ഉണ്ടല്ലോ. ഇതുവഴി ചാടിക്കോ. എന്താ ശിവ? ബൈ, എന്റെ പിന്നാലെ പോലീസുണ്ട്. ആരെന്ത് ചോദിച്ചാൽ എന്നെ അറിയില്ല, കണ്ടിട്ടില്ല. എന്താ ഇൻസ്പെക്ടർ സാറേ ഈ വഴിയൊക്കെ? പരമശിവത്തെ എവിടെ ഒളിപ്പിച്ചത്? ഏത് പരമശിവം? കമോൺ സർ. സർ, എന്തായോ? ഇവിടെ എങ്ങും ആരുമില്ല സർ. എന്താ ഇൻസ്പെക്ടർ, എന്താ ഇത്? സെർച്ച് ചെയ്യാണെന്ന് മനസ്സിലായില്ലേ? വീട് സെർച്ച് ചെയ്യാൻ വാറന്റുണ്ടോ? ഇല്ല. പിന്നെ ഓരോ തുള്ളി വെള്ളവും വിലപ്പെട്ടതാ, അത് പാഴാക്കരുത്. പിന്നെ സ്പിരിറ്റ് കടത്തലിന് പരമശിവത്തിനെതിരായ തെളിവുകളൊന്നും ഇല്ല എന്റെ കയ്യില്. പക്ഷെ ഇപ്പോ ഒരു കുത്തു കേസുണ്ട്. അത് വെച്ച് ഞാൻ അവനെ പൊക്കിയിരിക്കും. ഓർമ്മയുണ്ടല്ലോ എന്റെ കൈയിന്റെ ബലം. വാടോ. ഒരു സെക്കൻഡ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ തന്നെ പൊങ്ങിയും തന്നെ ശവമായിട്ട് എന്റെ ബായി. എന്റെ അനിയനായതുകൊണ്ട് പറയല്ല, അവൻ മിടുക്കനാ അല്ല ബായ്? തന്റെ അനിയനായതുകൊണ്ട് പറയാ. തടി കേടാണ്ടെങ്കിൽ അവനോട് രക്ഷപ്പെട്ടോളം പറ. ബായ്, നമ്മുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഞാൻ അവനെ കാസർകോട്ടേക്കോ അട്ടപ്പാടിയിലേക്കോ സ്ഥലം മാറ്റിക്കോളാം. അതുവരെ അവനെ ഉപദ്രവിക്കരുത്. ബായ്ക്ക് ഈ ജോണിയെ പോലെ എനിക്ക് അവൻ. അത് ശരി, നീ കുളിക്കാനാണോ മുകളിലേക്ക് ഓടിപ്പോയത്? പോടാ, നിന്നെ അവരാരെങ്കിലും കണ്ടോ? കാണാതെ തന്നെ എന്തൊരു ചവിട്ടിയത്. അപ്പൊ കണ്ടിരുന്നെങ്കിലാ. തൽക്കാലം നമുക്ക് ഈ നാട്ടിൽ നിന്ന് മാറിയിക്കാം. ബായ്, അവൻ ഇവിടുന്ന് പോയിട്ടേ ഞങ്ങൾ ഇങ്ങോട്ട് വരുള്ളൂ. എല്ലാം നമ്മുടെ ആൾക്കാരാ, നോക്കിക്കോളാം. അപ്പൊ പറഞ്ഞ പോലെ. ശരി, പടേ. പുറത്തോട്ട് പോകാൻ ചേട്ടേ വിളിക്കടാ. ഹലോ, ഇത് ഞാനാടോ ചിന്നാടൻ വർക്കി. മനസ്സിലായി. എന്തൊക്കെയുണ്ട് വർക്കിച്ച വിശേഷം? താനൊക്കെ എവിടുത്തെ പോലീസുകാരനാടോ? എന്റെ മോനെ കുത്തിക്കൊല്ലാൻ നോക്കി ആ പരമനാറിയെ വാളയാർ ചുറ്റുവട്ടത്തും അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായല്ലോ. അവൻ ശ്രീചക്രയില് സുഖമായിട്ട് താമസിക്കുക. കാശ് എണ്ണി മേടിച്ച നന്ദി